ഫ്രണ്ട്സ്, ഡിസ്കവറി ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെക്കറേറ്റീവ് LED സീരിയൽ ലൈറ്റാണ്. ഇത് നിർമ്മിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന LED സീരിയൽ ലൈറ്റ് 40 LEDകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് 8mm 40 LEDകളാണ്. അത് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ LED ഹോൾഡർ 40 എണ്ണം, IN 4007 ഡയോഡ് 4 എണ്ണം, ഹാഫ് വാട്ടിൻ്റെ 2 1K റെസിസ്റ്ററുകൾ, അതുപോലെ 100K റെസിസ്റ്റർ ഒരെണ്ണം, പിന്നെ 334J പോളിസ്റ്റർ കപ്പാസിറ്റർ ഒരെണ്ണം, പിന്നെ ഇതെല്ലാം വയ്ക്കാനുള്ള ഒരു അഡാപ്റ്റർ കേസ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വയറുകളാണ്. ഞാനിവിടെ ഏകദേശം 25 മീറ്റർ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മനസ്സിലാക്കാൻ എളുപ്പത്തിനായി ഞാൻ 2 വ്യത്യസ്ത കളറുകളിലുള്ള വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കമ്പോണൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളെടുത്തിരിക്കുന്ന വയറിൽ നിന്ന് ഏകദേശം 30 സെൻറ്റിമീറ്ററിൻ്റെ 40 പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ സ്ലീവ് ചെയ്തെടുക്കുക. രണ്ടറ്റവും ഇതുപോലെ തന്നെ സ്ലീവ് ചെയ്തെടുക്കുക. അതുപോലെ എപ്പോഴും നമ്മളൊരു വയറൊരു കമ്പോണൻറ്റിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് സോൾഡർ അതിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വയർ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അതായത് ആ സോൾഡറിങ്ങിന് ശേഷം ആ കമ്പോണൻറ്റിൽ നിന്ന് ആ വയർ പൊട്ടിപ്പോരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നിങ്ങൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഇതൊരു ചെറിയ സോൾഡറിങ് ടിപ്പാണ്. അപ്പം 40 വയർ പീസുകളും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് LED ബൾബിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യമേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന LED ഹോൾഡർ എടുക്കുക. LED ഹോൾഡറിൻ്റെ ഈ ഭാഗം ഊരി മാറ്റുക. ശേഷിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ LEDകൾ ഉറപ്പിക്കാൻ പോകുന്നത്. അതിനായി ഹോൾഡറിൻ്റെ താഴെയുള്ള ഈ ഹോൾസിലൂടെ വയർ കയറ്റുക. ഇനി നമുക്ക് ഈ വയറിൽ LED സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഒരു LEDയിൽ 2 ലീഡുകളാണുള്ളത്. ഒരു പോസിറ്റീവ് ലീഡും ഒരു നെഗറ്റീവ് ലീഡും. അതിൽ നീളം കൂടിയത് പോസിറ്റീവും കുറഞ്ഞത് നെഗറ്റീവുമാണ്. അപ്പോൾ ഞാനിവിടെ നെഗറ്റീവ് ലീഡാണ് ആദ്യം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ വയറെടുത്ത് ഹോൾഡറിൻ്റെ രണ്ടാമത്തെ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് പോസിറ്റീവ് ലീഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 ലീഡുകളും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഈ LED നമുക്ക് ഹോൾഡറിൽ ഇറക്കി വെക്കാം. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹോൾഡറിൽ LED ലീഡുകൾക്കിടയിൽ ഒരു സെപ്പറേറ്റർ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് സെപ്പറേറ്റർ LED ലീഡുകൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ സഹായിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹോൾഡറിൽ ഇതുപോലുള്ള സെപ്പറേറ്റർ ഇല്ലെങ്കിൽ LED ലീഡുകൾ പരസ്പരം കൂട്ടിമുട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ട ഇൻസുലേഷൻ ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത LED ഹോൾഡറും LEDയും എടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച LED ഹോൾഡറിൽ നിന്നും പോസിറ്റീവ് ലീഡ് നമുക്ക് ഇപ്പോഴെടുത്ത LEDയുടെ നെഗറ്റീവ് ലീഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹോൾഡറിൻ്റെ താഴെയുള്ള ഹോളിലൂടെ വയർ ഇൻസെർട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ചെയ്തെടുത്ത LEDയുടെ പോസിറ്റീവ് വയറാണ് ഇപ്പോൾ എടുത്ത LEDയുടെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നെഗറ്റീവ് ലീഡ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോഴെടുത്ത LEDയുടെ പോസിറ്റീവ് ലീഡും നമ്മൾ മറ്റൊരു വയർ ഹോൾഡറിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ അവസാനം ചെയ്തെടുത്ത ഈ പോസിറ്റീവ് ലീഡാണ് അടുത്ത LEDയുടെ നെഗറ്റീവ് ലീഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ സീരീസ് ആയി വേണം നമ്മൾ LEDകൾ കണക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 40 LEDകളും ഞാൻ സീരീസ് ആയി കണക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അടുത്തതായി ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്ത അതേ നീളത്തിലുള്ള മറ്റൊരു വയർ കട്ട് ചെയ്തെടുക്കണം. അതായത് 30 സെൻറ്റിമീറ്ററിൻ്റെ 40 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത്.
അപ്പോൾ 30 × 40, അതായത് 1200 സെൻറ്റിമീറ്റർ അഥവാ 12 മീറ്റർ ഏകദേശം വലുപ്പമുള്ള മറ്റൊരു വയറാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാക്കാൻ എളുപ്പത്തിനായി ഞാനിവിടെ മറ്റൊരു കളറിലുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് പോലെ ആ വയർ അവസാനത്തെ LED ശേഷിക്കുന്ന ലീഡിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ വയറുകൾ പരസ്പരം ചുറ്റിയെടുക്കുക. ഈ രീതിയിൽ മുഴുവനായും ചുറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ മുഴുവനായും നമ്മൾ ചുറ്റിയെടുത്തിരിക്കുകയാണ്. അതിനുശേഷം എക്സസ് ഉള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഇത്രയും ആയാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് 2 ലീഡ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതിൽ ഒരു ലീഡ് നമ്മളുടെ സീരിയൽ ലൈറ്റിൻ്റെ ആദ്യത്തെ LED-യിൽ നിന്നും രണ്ടാമത്തെ ലീഡ് അവസാനത്തെ LED-യിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 ലീഡുകളും ഓപ്പോസിറ്റ് ലീഡുകളാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. അതായത് ആദ്യത്തെ LED-യിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് ലീഡാണെങ്കിൽ അവസാനത്തെ LED-യിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് ലീഡായിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏത് ലീഡാണ് പോസിറ്റീവ് എന്നും ഏത് ലീഡാണ് നെഗറ്റീവ് എന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ 2 കളറിലുള്ള വയറുകൾ എടുത്തതുകൊണ്ട് ഈ കാര്യം നോട്ട് ചെയ്യാൻ എളുപ്പമാണ്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ LED ലൈറ്റ് നമ്മുടെ വീട്ടിലുള്ള പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാനായി ഒരു അഡാപ്റ്റർ നിർമ്മിച്ചെടുക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാന ഘടകം 4 ഡയോഡുകളാണ്. നമുക്കറിയാം ഡയോഡ് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അതിന് 2 പൊളാരിറ്റികളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് IN4007 എന്ന ഡയോഡാണ്. ഇതിൻ്റെ സിൽവർ കളറിലുള്ള റിംഗ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നെഗറ്റീവ് പൊളാരിറ്റി. ഇക്കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ ഒരു ഡയോഡിൻ്റെ പൊളാരിറ്റി അടയാളപ്പെടുത്തി കാണിക്കാം. അതിനുശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ 4 ഡയോഡുകളും കണക്ട് ചെയ്തെടുക്കുക. പിന്നീട് ഇതിൽ എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച പോളിസ്റ്റർ കപ്പാസിറ്റർ എടുത്ത് അതിന് പാരലലായി 100K റെസിസ്റ്റർ കണക്ട് ചെയ്യുക. എക്സസ് ഉള്ള ലീഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ മാറ്റിവെച്ച 1/2 വാട്ടിൻ്റെ 2 1K റെസിസ്റ്ററുകൾ എടുക്കുക. ഇവ പാരലലായി കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്തെടുക്കണം. സ്ക്രീനിൽ കാണുന്നത് പോലെ ഡയോഡ് കണക്ഷൻ്റെ ഈ 2 ഭാഗങ്ങളിലാണ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോളിസ്റ്റർ കപ്പാസിറ്ററും അതുപോലെ തന്നെ 1K റെസിസ്റ്ററുകളും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവ രണ്ടും നമുക്ക് ഡയോഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇത്രയുമായാൽ നമ്മളുടെ അഡാപ്റ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്കുള്ള കണക്ഷൻസ് എല്ലാം കൊടുത്ത് അഡാപ്റ്ററിൻ്റെ കമ്പോണൻസ് എല്ലാം ഈ കേസിങ്ങിനുള്ളിലാക്കണം. ഈ അഡാപ്റ്ററിൻ്റെ AC ഇൻപുട്ട് അഥവാ നമ്മുടെ വീട്ടിലെ പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഈ അറ്റങ്ങളിലാണ്. ഇതിനായി ഞാനിവിടെ 2 വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ അറ്റങ്ങളിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സീരിയൽ ലൈറ്റ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ സീരിയൽ ലൈറ്റിൽ നിന്നുള്ള ലീഡുകൾ ഈ ഭാഗങ്ങളിലാണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് ലീഡ് ഈ ഭാഗത്തും നെഗറ്റീവ് ലീഡ് ഈ ഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്തെടുക്കേണ്ടത്.
ചിത്രത്തിൽ കാണിച്ചതുപോലെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കമ്പോണൻസും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. സോൾഡറിങ് എല്ലാം കംപ്ലീറ്റ് ആയാൽ ഇങ്ങനെയുള്ളൊരു കണക്ഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളുടെ മേക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ കമ്പോണൻസ് എല്ലാം ഈ കേസിനകത്താക്കി ക്ലോസ് ചെയ്താൽ മാത്രം മതി. അഡാപ്റ്റർ കേസിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കണക്ഷൻസും വേണ്ട രീതിയിൽ ഇൻസുലേഷൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ LED സീരിയൽ ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ സീരിയൽ ലൈറ്റ് സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് സക്സസ് ആണ്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.